നമസ്കാരം. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം. ഏറെ മുന്നോട്ട് പോയ ഈ പദ്ധതിക്കെതിരെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലത്തീൻ കത്തോലിക്ക അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികളും മറ്റും അതിരൂക്ഷമായ സമരം നടത്തിവരികയാണ്. സമരസമിതി ഉന്നയിക്കുന്നതുപോലെ വിഴിഞ്ഞം പദ്ധതി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാകില്ല എന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പദ്ധതി തടസ്സപ്പെടുത്തിക്കൊണ്ടാകരുത് പ്രതിഷേധങ്ങളെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി ഈ പരാമർശങ്ങൾ നടത്തിയിട്ടും സമരം ഒന്നുകൂടി കടുപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഈ സാഹചര്യമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM നേതാവ് PP ചിത്തരഞ്ജൻ MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നേമം ഷജീർ, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P സ്റ്റെല്ലസ്, ഇടതു നിരീക്ഷകൻ റെജി ലൂക്കോസ് എന്നിവരാണ്. ആദ്യം ശ്രീ PP ചിത്തരഞ്ജൻ MLAയിലേക്കാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ആ മേഖലയിലും വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തകൻ കൂടിയാണ് PP ചിത്തരഞ്ജൻ. ശ്രീ ചിത്തരഞ്ജൻ, ഇന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. സമരസമിതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും പദ്ധതി പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ട് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്നുള്ളതാണ്. പക്ഷേ ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമരവും അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. അവർക്ക് പറയേണ്ട കാര്യങ്ങൾ സമരം നിർത്തിവെച്ചുകൊണ്ടല്ല, ഉചിതമായ സ്ഥലത്ത് ഉന്നയിക്കണം എന്നാണ് പറഞ്ഞത്. സർക്കാർ നേരത്തെ നിരവധി തവണ ചർച്ച നടത്തി, ഇന്നലെ ചർച്ചയ്ക്ക് സന്നദ്ധമായിരുന്നു. പക്ഷേ സമരത്തിൻ്റെ പ്രതിനിധികൾ, സമരസമിതിയുടെ പ്രതിനിധികളൊന്നും സർക്കാരുമായി ചർച്ചയ്ക്ക് ഇന്നലെ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി വിധിയെ എങ്ങനെയാണ് കാണുന്നത്? വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും സർക്കാർ ഒരു ഏറ്റുമുട്ടലിൻ്റെയോ ഒരു തർക്കത്തിൻ്റെതാകുന്ന ഒരു പാതയും സ്വീകരിച്ചിട്ടില്ല. അവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പരിഹാരമുണ്ടാക്കേണ്ട വിഷയങ്ങൾ പരിഹാരമുണ്ടാക്കാനും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിഴിഞ്ഞം ഹാർബറിൻ്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ആദ്യം മുന്നോട്ട് വെച്ചത് പുനരധിവാസം അടക്കമുള്ള ചില വിഷയങ്ങളാണ്. ആ പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ കൃത്യതയോടുകൂടെ തന്നെ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിനെയും എന്തൊക്കെ ചെയ്തു എന്നതിനെ സംബന്ധിച്ചുമെല്ലാം സമരസമിതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിച്ച മറ്റു ചില വിഷയങ്ങളും വിഴിഞ്ഞം പാക്കേജുമായി ബന്ധപ്പെട്ട് ഇനി പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങളും ആ നിലയിൽ തന്നെ കാണുന്നുണ്ട്, പരിഹരിക്കുന്നതുമാണ്. എന്നാൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഹാർബറിൻ്റെ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ ആ നിലയിലേക്കോ ഒരു ഒത്തുതീർപ്പിലേക്കോ ഗവൺമെൻറ്റിന് പോകാൻ കഴിയുന്നതല്ല. കാരണം ആ നിർമ്മാണ പ്രവർത്തനം ഏറെ മുന്നിൽ പോയി എന്ന് മാത്രമല്ല, ദീർഘകാലം എല്ലാവരും ആവശ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു, ഒരു വികസന വിഷയമായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇന്ന് സമരം ചെയ്യുന്ന രൂപതയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന ഒരു പദ്ധതി, ആ പദ്ധതി അതിൻ്റെ ഒരു വലിയ ഭാഗം പൂർത്തീകരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് അവസാനിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. അതൊരു തെറ്റായ മെസ്സേജാണ് കേരളത്തിൻ്റെ വികസന മേഖലയുമായി തന്നെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബാക്കി എല്ലാ വിഷയങ്ങളും പരിഹരിക്കുവാനും അവിടെ ഏതാണ്ടൊരു 3000-ഓളം വരുന്ന കുടുംബങ്ങളെ മൊത്തത്തിൽ ഭാവിയിൽ പുനരധിവസിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ബൃഹത്തായ പ്രവർത്തനം കൂടി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നും ഗവൺമെൻറ് സമരസമിതിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെ എല്ലാ നിലപാട് സ്വീകരിക്കുമ്പോഴും വളരെ പ്രകോപനപരമായി ഈ സമരത്തെ തിരിച്ചുവിടുവാനും വളരെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുവാനും ബോധപൂർവം ചില ആൾക്കാർ ഇതിനിടയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പ്രസ്താവനകൾ, ചില പ്രസംഗങ്ങൾ, ചില അഭിപ്രായങ്ങൾ, അതെല്ലാം ഗവൺമെൻറ് എന്താണോ ആഗ്രഹിക്കുന്നത്, നാടെന്താണോ ആഗ്രഹിക്കുന്നത്
അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു കലാപത്തിനുള്ള ആഹ്വാനത്തിന് തുല്യമായ നിലയിലേക്കുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. അത്തരത്തിലുള്ള സമീപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സഹകരിക്കുവാൻ സമരസമിതി തയ്യാറാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമ്മുടെ തീരദേശത്ത് അനാവശ്യമായ നിലയിലേക്കുള്ള ഒരു കലാപത്തിനുള്ള സാഹചര്യം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സൃഷ്ടിക്കരുതും. അതിന് പകരം സമരസമിതി വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പ്രശ്നത്തെ കാണുവാനും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥമായ സമീപനത്തെ അതിനോടൊപ്പം സഹകരിക്കുവാനും തയ്യാറാകുക എന്നുള്ളത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ ഈ സമരസമിതിയുടെ ഭാഗമായ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പി സ്റ്റെല്ലസ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ശ്രീ സ്റ്റെല്ലസ്, 7 ആവശ്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായും ഉന്നയിച്ചുകൊണ്ട് ഈ ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടക്കുന്നത്. ഈ സമരത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞു. ഇന്ന് ഏറ്റവും ഒടുവിൽ പുതിയതായി ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കാര്യം അവിടെ വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് പാരിസ്ഥിതിക ആഘാത പഠനത്തിന് തയ്യാറാവുക എന്നതാണ്. ഈ പദ്ധതി തുടങ്ങി 7 വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 7 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സമരവുമായി നിങ്ങൾ വരുന്നത്. ഈ സമരത്തിൻ്റെ ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആ സമരത്തിൽ വിഴിഞ്ഞത്തുകാർ മാത്രമല്ല, പുറത്തുനിന്നുള്ള ചില ശക്തികൾ അതിൻ്റെ കൂടെ ഈ സമരത്തിൻ്റെ കൂടെ ചേരുന്നുണ്ട് എന്നുള്ള ആരോപണം എല്ലാം നിലനിൽക്കുക കൂടി ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ സമരം യഥാർത്ഥത്തിൽ ആർക്കെതിരെയാണ്? സർക്കാരിനെതിരെയാണോ അദാനിക്കെതിരെയാണോ? ഈ വിഴിഞ്ഞം പദ്ധതിക്ക് പൊതുവെ വിഴിഞ്ഞം പദ്ധതിക്ക് എതിരാണോ നിങ്ങളുടെ നിലപാട്? അല്ല, ഞങ്ങൾ ആർക്കും എതിരല്ല. മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ അതിജീവനത്തിനുള്ള സമരമാണ് ഇവിടെ നടത്തിക്ക് വരുന്നത്. ഇവിടെ കൊല്ലങ്കോട് മുതൽ വർക്കല വരെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് കടലിലുണ്ടായ തീരപ്രദേശത്തുണ്ടായ തീരശോഷണം 7 വരി വീടുകളാണ് നഷ്ടപ്പെട്ടത്. ബഹുമാനപ്പെട്ട നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ ആശങ്കകൾ പരിഹരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നേരിട്ട് നിവേദനങ്ങൾ കൊടുക്കുകയും നേരിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അദ്ദേഹം അതൊന്നും ഒരു മുഖവരിക്ക് എടുത്തിട്ടില്ല. ആ ആശങ്കകളെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ വീടുകൾ ധാരാളം ഈ വിഴിഞ്ഞം തുറവുമായി ബന്ധപ്പെട്ട് നിരവധി പനത്തുറ മുതൽ അങ്ങ് മാമ്പള്ളി വർക്കല വരെയുള്ള പ്രദേശങ്ങൾ വീടുകൾ നശിച്ചു പോവുകയാണ്. തീരം ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. അദ്ദേഹം അതൊന്നും മുഖവരിക്ക് എടുത്തിട്ടില്ല. മുഖവരിക്കൊന്നും ലത്തീൻ സഭ കൊടുത്തതിലൊന്നും ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടില്ല. കാരണം അദ്ദേഹം എടുക്കാത്ത കാരണമെന്ന് പറഞ്ഞാൽ തുറമുഖത്തിൻ്റെ വകുപ്പിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അറിഞ്ഞുകൂടാത്ത വകുപ്പ് മന്ത്രിമാരെ വെക്കുന്നത് തന്നെ വലിയൊരു ഭരണ സംവിധാനത്തിൻ്റെ വീഴ്ച തന്നെയാണത്. എന്തെങ്കിലും അറിവും ബോധവും ഉള്ള ആളുകൾ, ഞാൻ അദ്ദേഹത്തിന് അറിവില്ലെന്നോ ബോധമില്ലെന്നോ, തുറമുഖവുമായി ബന്ധപ്പെട്ട് ആ ഹാർബറിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചെങ്കിലും അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹം 5 വർഷം അതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ നമ്മൾ കൊടുത്ത പരാതികളും ഗൗനിക്കാതെ പോയതിൻ്റെ വലിയൊരു ദോഷമാണ് ഇപ്പോൾ നമ്മുടെ തീരപ്രദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2, ഇപ്പോൾ പറഞ്ഞല്ലോ ഇതിൻ്റെ പിന്നിലാരെന്ന്. ഇവിടെ നേരത്തെ ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ 20-ാം തീയതി സമരം തുടങ്ങിയപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു, കൂടംകുളം പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് ഇതിൻ്റെ പിന്നിലെന്നും വൈദിക ശ്രേഷ്ഠന്മാരെ തീവ്രവാദികളായിട്ടും വികസന വിരോധികളുമായിട്ടാണ് അദ്ദേഹം കണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ്. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ്. ഈ അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം അത് പറയാൻ പാടില്ല. പിന്നെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവൂർ കോവിൽ പറഞ്ഞതെന്താ? നിയമസഭയിൽ പറഞ്ഞതെന്താ? ഇത് പുറത്തു നിന്നുള്ള ആളുകളാണ് വന്ന് ഈ സമരം നേതൃത്വം നൽകുമെന്ന് പറയുന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളി സമൂഹം, കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം ലത്തീൻ സഭ മാത്രമല്ല, ഇത് ക്രിസ്ത്യൻ ഹിന്ദു അടങ്ങുന്ന ഒരു മത്സ്യത്തൊഴിലാളി സമൂഹം കേരളത്തിനകത്തുണ്ട്, തീരപ്രദേശത്തുണ്ട്, 590 കിലോമീറ്റർ നീളത്തിൽ. അവരുടെ എല്ലാം പ്രശ്നമാണ്. അത് ലത്തീൻ സഭ ഉന്നയിച്ചെന്നേ ഉള്ളൂ. കാരണം എന്താണ്? ലത്തീൻ സഭ
തിങ്ങിപ്പാർക്കുന്ന തീരപ്രദേശമാണ് വിഴിഞ്ഞം മുതൽ മാമ്പള്ളി വരെയുള്ള പ്രദേശം, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച്. അപ്പുറത്ത് പോകുമ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുള്ള വർക്കല പ്രദേശത്തുമൊക്കെ തീരശോഷണം കണ്ടമാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ മനഃപൂർവ്വം ആരുടെ ഒരു പിന്തുണ ഇല്ല. ഈ ടി വി കൈരളി ചാനലത്തിന് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആരുമല്ല, മത്സ്യത്തൊഴിലാളി സമൂഹമാണ്. അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ട സമരമാണ്. അല്ലാതെ ഇത് ഞങ്ങൾക്ക് ശ്രീ സ്റ്റെല്ലസ് ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഇങ്ങനെ ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നതിൽ ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് 7 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. ഇതിൽ 2 കാര്യങ്ങൾ മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളത്. ബാക്കിയെല്ലാം തീരദേശത്തെ പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് വാടക നൽകി താമസ സൗകര്യം ഒരുക്കുക, ഇത് ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ പ്രശ്നം വന്നപ്പോൾ മുഖ്യമന്ത്രി വളരെ കൃത്യമായി അവർക്ക് വാസസ്ഥലം ഒരുങ്ങുന്നത് വരെ അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് വാടക നൽകുമെന്ന പ്രഖ്യാപനം നടത്തി. മാത്രവുമല്ല, തത്തുല്യമായ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കുക, അവിടെ നിന്ന് 3000 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അവിടെ നിന്ന് മാറേണ്ടി വരുമെന്നും ഇവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഈ സമരത്തിന് ആധാരമായി നിങ്ങൾ പറഞ്ഞ 5 കാര്യങ്ങൾ തീരദേശത്തെ പൊതുവായി ബാധിക്കുന്നതാണ്. മണ്ണെണ്ണ വില നിയന്ത്രിക്കുക, തമിഴ്നാട് മോഡൽ സബ്സിഡി അനുവദിക്കുക, കാലാവസ്ഥാ മുന്നറിയിപ്പ് കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ഇതുകൊണ്ടാണ് കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ചോദിക്കേണ്ടി വരുന്നത്, ഈ സമരത്തിന് പിറകിൽ എന്താണ്? നിങ്ങൾ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഈ 7 ആവശ്യങ്ങളിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ്. അതിൽ വളരെ കൃത്യമായി സർക്കാർ നിലപാട് പറഞ്ഞു, ഉറപ്പ് പറഞ്ഞു. എന്നിട്ടും എന്തിനാണ് ഈ സമരം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അല്ല, ഇത് ഈ പ്രഖ്യാപനങ്ങൾ 7 ആവശ്യങ്ങൾ ലത്തിൻ സഭ ഉന്നയിച്ചു. പ്രഖ്യാപനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പ്രായോഗികമായി ഒരു കാര്യം ഇതുവരെ നടത്തുക. 40 ദിവസത്തോളമായി ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. പ്രഖ്യാപനം മാത്രം, ഒരു പ്രായോഗികമായ ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് സർക്കാർ പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? അതിനെ നമ്മൾ മറച്ചു വയ്ക്കേണ്ട കാര്യമുണ്ടോ? അത് നമ്മൾ പറയുന്നതിനോട് ഒരിക്കലും കേരളത്തിലെ ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ് കൈരളി ചാനലിലെ ഈ ഡിസ്കഷൻ. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്. പിന്നെ ഇതിൻ്റെ പിന്നിൽ ആരുമില്ല. ഇത് ഞങ്ങളെന്നല്ല, മത്സ്യത്തൊഴിലാളി സമൂഹം, വൈദിക ശ്രേഷ്ഠന്മാർ നേതൃത്വം കൊടുക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ അതിജീവന പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിനൊന്നും വലിയ പ്രശസ്തി ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഇന്നും ഇന്നലെയും നടക്കുന്നല്ലോ. കഴിഞ്ഞ 10 വർഷം മുതൽ ക്യാമ്പിൽ കിടക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം ഇപ്പോൾ ഞങ്ങളൊരു വിഷയം ഉണ്ടാക്കി പദ്ധതിയുടെ ഭാഗമായിട്ടാണോ? പിന്നെ 100% അതിൻ്റെ പ്രത്യാഘാതമാണെന്നേ. ഞങ്ങൾ വികസനത്തിന് എതിരല്ലല്ലോ. ഈ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കൊന്നും എതിരല്ല. വികസനങ്ങൾക്ക് ഞങ്ങൾ എന്തിനാണ് എതിരായി നിൽക്കുന്നത്? ഞാൻ ചോദിച്ചു, അങ്ങനെ എതിരായി നിൽക്കുന്നെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു സംഭവമല്ലേ? ലത്തിൻ സഭ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കാവുന്നതല്ലേ? ISRO, ഈ എയർപോർട്ട്, നമ്മുടെ മുറ്റത്തിറക്കുന്ന ടൈറ്റാനിയം ഫാക്ടറി, അടുത്ത 100 മീറ്റർ വ്യത്യാസത്തിൽ കിടക്കുന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറി, ഇങ്ങനെയുള്ള എന്തുമാത്രം വികസനം എതിരല്ല. ഞങ്ങൾ ഈ ലത്തിൻ മക്കളെ ലത്തിൻ സമുദായത്തെ എങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത്? ഞങ്ങൾ തീവ്രവാദിയായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് സമരം ചെയ്യാൻ അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഞങ്ങൾ സമരം ചെയ്ത ചരിത്രം ഉണ്ടല്ലോ. പിന്നിലാരെന്ന് പറയുമ്പോൾ എന്താ? വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ ബഹുമാനിക്കുകയാണ്. ആ ഭരണത്തെ ഞങ്ങൾ വിമർശിക്കുന്നില്ല. ഞങ്ങളുടെ അതിജീവന പോരാട്ടമാണ്. അതിന് ബഹുമാനപ്പെട്ട ചിത്തരഞ്ജൻ MLA പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് മത്സ്യമേഖലയിൽ. അദ്ദേഹം പറഞ്ഞല്ലോ, ന്യായമായ കാര്യമാണ് പറഞ്ഞത്. മത്സ്യത്തൊഴിലാളി അവകാശങ്ങൾ ന്യായമായി പരിഹരിക്കും സർക്കാർ. പക്ഷേ അത് പറയുന്നതൊക്കെ ശരിയാണ്. അത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന് ഈ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഈ നമ്മൾ ചെയ്തതെന്ന് പറയണം. പക്ഷേ ഇത് ഞങ്ങളുടെ അതിജീവന പോരാട്ടമാണ്. ഞങ്ങൾക്ക് തീരവും കടലും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് ഞങ്ങൾ പീസായിട്ട് പറയുന്നതല്ല, അല്ലെങ്കിൽ ഞങ്ങളൊരു ഗുണ്ടായിസമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതല്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ ഇത് നശിച്ചു പോയാൽ ഈ സമൂഹം എവിടെ പോകും? കേരളത്തിലെ ലത്തിൻ സമുദായം 17 ലക്ഷം ലത്തിൻ സമുദായമുണ്ട്.
അതിൻ്റെ അതിൻ്റെ മുക്കാൽ ഭാഗവും മത്സ്യത്തൊഴിലാളി സമൂഹമാണ് കേരളത്തിൽ. ഞങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ 34 നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ ലത്തീൻ സഭ സഹായിച്ചിട്ടുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാരാണ്. എന്തുകൊണ്ട് ഞങ്ങൾ അവകാശപ്പെടുന്നത് ഞങ്ങളുടെ ജീവൻ ജീവിക്കാനാണ് ചോദിക്കുന്നത്. പ്രളയകാലത്ത് സൈനികരെ പോലെ നിന്ന സഹായങ്ങളൊന്നും തന്നെ കേരള ജനത ഒരിക്കലും മറക്കില്ല. വിഴിഞ്ഞത്തിന്റെ പേരിൽ നടക്കുന്ന ഇതിന്റെ പിന്നിൽ ആര് എന്നാണ് കൈരളി ചാനൽ എഴുതി കാണിക്കുന്നത്? എന്തിനാ അങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ അതിജീവന പോരാട്ടമല്ലേ ഞങ്ങൾ നടത്തുന്നത്? റെജി ലൂക്കോസ് കൂടി ഈ ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, കേരളം ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, അതാണ് ഞാൻ ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചത്. ഇത്തരത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിയമസഭയിൽ വന്നു. കൃത്യമായ മറുപടി അവർ ഉന്നയിക്കുന്ന അവരുടെ ആശങ്കകൾ അസ്ഥാനത്താണെന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. അവരുടെ ആശങ്കകൾ വളരെ പ്രസക്തമാണ്. അതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. പക്ഷേ കൃത്യമായ ഉറപ്പ് നൽകിയിട്ടും ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കാൻ സന്നദ്ധരാവാതെ ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉപവാസ സമരം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സമരസമിതിയുടെ നിലപാടിനെ താങ്കൾ കാണുന്നത്? തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളി സ്വതന്ത്ര ഫെഡറേഷന്റെ ആള് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഞാൻ മറുപടി പറയുന്നില്ല, അത് രണ്ടാമത്തെ ഘട്ടത്തിൽ പറയാം. ഈ സമരം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയ്ക്ക് ലോകവ്യാപകമായിട്ടുള്ള മലയാളികളുടെ ഇടയ്ക്ക് വളരെ ദുരൂഹതകൾ പടർത്തിയിരിക്കുന്നു. അതിന് തെളിവ് തന്നെയുണ്ട്, വളരെ വ്യക്തമായ തെളിവുണ്ട്. അതായത് ഞാനും ആയിട്ട് പങ്കെടുത്ത ഒരു ചാനലിലെ ചർച്ചയിൽ ഒരു 4-5 ദിവസം മുമ്പ് ഈ സമരസമിതിയുടെ നേതാവായ ഫാദർ ഡിക്രൂസ് എന്ന് പറയുന്ന ആള്, നിക്കോളിയസ് ഡിക്രൂസ് എന്ന് പറയുന്ന ആള്, അച്ഛൻ, എന്തായാലും ഡിക്രൂസ് ആണ് പോട്ടെ, അന്ന് രാവിലെ 11 മണിക്ക് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ നഗ്നമായിട്ട് പുറത്തായി കഴിഞ്ഞു ഇവര് ഒരു അട്ടിമറിയുടെ ഭാഗമായിട്ട് ആരുടെയോ കറുത്ത കരങ്ങളിൽ ഇവരെ ചലിപ്പിക്കുന്നുള്ളതും. അങ്ങനെ പറഞ്ഞ 2 വാചകങ്ങളാണ് കേരളം ഞടുങ്ങിപ്പോയത്. ഒരു പുരോഹിതന്റെ വായിന്ന വരുന്നത്, സമൂഹത്തിനും താൻ നയിക്കുന്ന സമൂഹത്തിന് മാതൃകയായി നല്ല രീതിയിൽ നയിക്കേണ്ട, അത് ബൈബിളിലെ കോട്ട് ചെയ്തൊക്കെ ഇന്നൊരച്ഛൻ എന്നോട് ചർച്ചയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാണ്. ആ ഇരിക്കുന്ന വ്യക്തി പറഞ്ഞത് എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിലത്തിട്ട് അടിച്ചിട്ട് ഞങ്ങൾ കണ്ണൂർക്ക് കെട്ടിക്കുന്നതിന് വരെ സമരം നടത്തുന്നു പറഞ്ഞു. ആലോചിക്കൂ, കേരളത്തിലെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ പോലും അങ്ങനെ ഉപയോഗിക്കത്തില്ല. രണ്ടാം അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അതായത് തീരദേശ മത്സ്യത്തൊഴിലാളികളാണ് 2018 പ്രളയത്തില് പിന്നെ അവര് ഏതാണ്ട് 4000-5000 വരുന്ന അവര് വന്ന് തങ്ങളുടെ വള്ളവുമായി ലോറിയിൽ വന്ന് 15,000-16,000 പേരെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രക്ഷപ്പെടുത്തിയത്. മുഖ്യമന്ത്രി അവരെ വിശേഷിപ്പിച്ചത് നമ്മുടെ തീരദേശ സൈന്യം എന്നാ വിശേഷിപ്പിച്ചേ. ആ പ്രവൃത്തിയെ പോലും അദ്ദേഹം അന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. എന്താ പറഞ്ഞറിയോ? മിസ്റ്റർ പിണറായി വിജയൻ, താങ്കളുടെ പേര് സംരക്ഷിക്കാൻ, താങ്കൾക്ക് ഇമേജ് ഉണ്ടാക്കാൻ ഞങ്ങളുടെ ആളുകൾ അവിടെ വന്നു എന്നാ പറഞ്ഞത്. എന്തൊരു മോശമാ! ആ സഹജീവികളെ സംരക്ഷിക്കാനും അവർക്ക് കൈ കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച നമ്മളുടെ ധീരനായ മത്സ്യത്തൊഴിലാളികളെ പോലും ഈ മനുഷ്യൻ അവഗണിക്കുമായിരുന്നു. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട PP ചിത്തരഞ്ജൻ MLA കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ കണ്ടിരുന്നു. അത് ഈ ചിത്തരഞ്ജൻ MLAക്ക് വേറെ വൃത്തിയുണ്ട്. ഇവർക്ക് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനായിട്ട് തീരദേശം ജനിച്ച് അവരോടൊപ്പം ഉണ്ടും ഉറങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ഇന്ന് കേരള നിയമസഭയിലെത്തിയത്, അല്ലാണ്ട് ഓടി വിളിച്ചു വന്നൊരു നേതാവല്ല ഈ ചിത്തരഞ്ജൻ എന്ന് പറഞ്ഞ MLA. അദ്ദേഹത്തോട് ഈ പുരോഹിതനും പറഞ്ഞ വാക്കുകൾ വളരെ മോശമായിപ്പോയി. ഇപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ആദ്യമായിട്ട് പറയാൻ പോകുന്നുണ്ട് വെച്ചാൽ, ഈ സമരത്തിന്റെ പിന്നിൽ അട്ടിമറി ലക്ഷ്യമുണ്ട്. ആ അട്ടിമറിയാണല്ലോ നേരത്തെ പറഞ്ഞത്. അതിനൊരു തെളിവ് കൂടെ പറയാം. അതായത് 2009 ഒരു 40 വർഷമായിട്ട് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നതാണ്, അധികാരവർഗവും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ വിഴിഞ്ഞ പദ്ധതിയെ കുറിച്ച്. കേരളത്തിന് ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് വരാനായിട്ട് പലതവണ പിന്നെ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അക്കാലങ്ങളിലൊക്കെ. അത് പോട്ടെ, 2009 മുതൽ 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നത് UPA സർക്കാരാ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് 2011 ജയറാം രമേശ് ഈ തീരത്ത് വന്ന് നേരിട്ട് കണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയ ഒരു പരിസ്ഥിതിവാദിയെന്ന് അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിലുണ്ട് പിന്നെ ജനീവ ആസ്ഥാനമായിട്ടുള്ള പിന്നെ പരിസ്ഥിതി മാഫിയയുടെ പണം വാങ്ങി എന്നുള്ളത് ഇന്നും അത് സുപ്രീം കോടതി കേസ് കിടക്കും. പോട്ടെ, അതൊന്നും പോകുന്നില്ല. ഇതിന് അനുമതി കൊടുത്തു, അവസാനം അന്തിമ അനുമതി കൊടുത്തു. ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് അദാനിയുമായിട്ട് ഈ കരാറിൽ ഒപ്പിടുന്ന ആരാ? സാക്ഷാൽ ഉമ്മൻചാണ്ടിയാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ്. പ്രവൃത്തി തുടങ്ങിയപ്പോഴാണ്, അതിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയപ്പോഴാ 2015 ഈ സമരക്കാരോ ഈ ഏതാനും ചില പുരോഹിതരോ ഈ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ഇണക്കി അവിടെ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന വിഴിഞ്ഞ പദ്ധതിക്കെതിരെയോ അദാനിക്കെതിരെയോ
ഒരു ചെറുവിരൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞു സമരം നടത്തിയിട്ടുണ്ടോ? 7 വർഷങ്ങൾ കഴിഞ്ഞ് പൊടുന്നനെ ഒരു സമരമായിട്ട് വന്നിരിക്കുന്നു. അതിന്റെ ദുരൂഹതയെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന്റെ ദുരൂഹത വളരെ വ്യക്തമാണ്. 2 കാര്യങ്ങൾ അതിനകത്ത് പ്രസക്തമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് ദുബായ്, സലാല, കൊളംബോ ഈ 3 വൻകിട തുറമുഖങ്ങൾക്കും വല്ലാർപാട തുറമുഖം വന്നാൽ ക്ഷീണം ചെയ്യും. കാരണം എന്തുകൊണ്ടാ? 24 നോട്ടിക്കൽ മൈൽ അപ്പുറത്തൂടെ നമ്മുടെ സമുദ്രത്തിലൂടെ കേവലം ജസ്റ്റ് 24 നോട്ടിക്കൽ മൈൽ അപ്പുറത്തൂടെയാണ് അന്തർദേശീയ കപ്പൽച്ചാല് പോണേ. രണ്ടാമത് 10 ഇവിടുന്ന് കേവലം 10 നോട്ടിക്കൽ മൈൽ അപ്പുറം വരെ 24 അടിയിൽ ഷിപ്പിന് വരാനുള്ള തീരദേശമായിട്ട് ഏറ്റവും അടുത്തൊരു സ്ഥലം. രണ്ടാമത് ഈ കൊളംബോ തുറമുഖത്തൂടെയാണ് നമ്മൾക്ക് ഇപ്പൊ ഇങ്ങോട്ട് റീട്രാൻസ്പോർട്ടേഴ്സ് ഇറക്കുന്നത്. നമ്മുടെ ഈ തുറമുഖം വന്നാൽ ഈ പറയുന്ന ആ ഭീമമായ എമൗണ്ട് എല്ലാം മാറി വളരെ ഏതാണ്ട് 40% വരെ കുറഞ്ഞുകൊണ്ട് നമുക്ക് ഇറക്കുമതി നടത്താൻ പറ്റും. കേരളത്തിൽ ഇറക്കുമതി വർദ്ധിക്കും. ടൂറിസം മേഖലയിൽ വരാവുന്ന ഹൈ ബൂം. ഇനി എന്തിനധികം ഈ പദ്ധതി വന്നാൽ ഏറ്റവും ഗുണം ആർക്കാ? തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കാ. ഇപ്പോൾ ഇവർ പൊടുന്നനെ വന്നുകൊണ്ട് പറയുന്നത് വാദഗതി എന്താ? ഇവർ പറയണേ ഇനി അത് ഉപേക്ഷിച്ചേ പറ്റുള്ളൂ അവരുടെ. ആ ഉപേക്ഷിക്കണം എന്നുള്ളവരും എന്തുകൊണ്ട് ഇവർ നേരത്തെ പറഞ്ഞില്ല? ഇവർക്ക് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ആദ്യഘട്ടം അവസാനിപ്പിക്കുക. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. തുറന്നങ്ങ് പറയുക. കാരണം ഇവരുടെ പിന്നിൽ ദുരൂഹതയും അട്ടിമറികളുടെ ലക്ഷണം ഉണ്ടെന്ന് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഇവരല്ല, ഇടുക്കിന്ന് വരെ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് എന്നോടൊപ്പം ഒരു ചർച്ചപ്പെടുന്നതിന്റെ വൈദികൻ പറഞ്ഞെന്താ അറിയോ? അവസാനം നിവൃത്തിയില്ലാതെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ തുറമുഖ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ? തങ്ങളുടെ തട്ടിപ്പ് സമരം ജനങ്ങളും പൊതുസമൂഹവും തിരിച്ചറിഞ്ഞെന്നുള്ള ഭയം കൊണ്ടാണ് അങ്ങനെ പറയേണ്ടത്. 24 ചാനൽ എന്നോട് പറഞ്ഞ എന്താണ് ഇതിന്റെ പിന്നിൽ നാടകം നിങ്ങൾക്കറിയോ? അടിമലത്തുറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഏതാണ്ട് 100-150 വരുന്ന അതേ ഇടവയിലെ മത്സ്യത്തൊഴിലാളികൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും, അതായത് അന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിദ്യാഭ്യാസപരമായിട്ട് പോലും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവിടെ പിന്നോക്കം നിൽക്കുക. ആ ഇടവയിലെ പുതിയതായിട്ട് വന്ന വികാരി അച്ഛൻ ഇത്രോ ആളുകളുടെ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുകയും അവിടെ ഇതിനെതിരെ നിന്ന് 3 കൈക്കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു സ്ത്രീയെ, ഉഷാറാണി എന്ന് പറയുന്ന സ്ത്രീയെ ഊരുവിലക്ക് പ്രഖ്യാപിച്ച് അവിടുന്ന് അടിച്ചിറക്കി തിരുവനന്തപുരത്തെ ഒരു കൊച്ചു ലോഡ്ജിന്റെ കുഞ്ഞു മുറിയിൽ അവരും അവരുടെ ഭർത്താവ് ഈ 3 കുഞ്ഞുങ്ങളടങ്ങുന്ന വേദനിക്കുന്ന രംഗങ്ങൾ പുറത്തു കാണിച്ചതാരാ? കൈരളി പോലെയുള്ള മാധ്യമങ്ങളാണ് അത് ചിത്രം സഹിതം. മിക്കവാറും കേരളത്തിലെ എല്ലാ വിഷ്വൽ ചാനൽ മീഡിയയും അത് പുറത്തു കൊണ്ടുവന്നു. അവസാനം കളക്ടർ ഇടപെട്ടു, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെട്ടു. തീരദേശം എന്ന് പറഞ്ഞാൽ സർക്കാർ അധീനതയിലുള്ള തീരദേശം കൊള്ളയടിച്ചുകൊണ്ട് കയ്യേറിക്കൊണ്ട് യാതൊരു രേഖയില്ലാതെ ഈ കയ്യേറ്റം നടത്തിയപ്പോൾ കളക്ടർ ഇത് അറിഞ്ഞ് അവിടെ ചെന്ന് സ്റ്റോപ്പ് ബൊമ്മ കൊടുത്തു ഈ വൈദികനെ നേരിട്ട്. കളക്ടർ പോയി കഴിഞ്ഞപ്പോൾ ഈ വൈദികൻ ജനങ്ങളോട് പറഞ്ഞെന്താ? കളക്ടർ സൗഹാർദ്ദപരമായിട്ട് സംസാരിച്ചാണെന്നുള്ളതും. തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. സർക്കാർ ഇടപെട്ടു. ഈ തീരദേശത്തെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് തട്ടിപ്പെടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നതിനെതിരെ സ്വാഭാവികമായ ഒരു ഭരണകൂടം പ്രതികരിച്ചേ പറ്റുള്ളൂ. ആ പ്രതികരണം അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ആ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് നേമം ഷജീറിലേക്ക് പോകുകയാണ്. ഷജീർ, നിങ്ങൾ കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടുവന്ന വലിയൊരു അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. 2013 മുതൽ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴുമാണ് ഈ അഭിമാന പദ്ധതി കേരളത്തിന് മുൻപാകെ സമർപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ ഈ പദ്ധതി നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കണമെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. അംഗീകരിക്കാനാകുമോ കോൺഗ്രസിന്? ഇത് അതെങ്കിലും സംഭവിച്ചല്ലോ. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. അത് UDF ആണ് കൊണ്ടുവന്നത്. അത് തന്നെ വലിയ കാര്യം. ഇവർ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട MLA ഈ സമരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയത് മത്സ്യത്തൊഴിലാളികളാണെന്നും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ UDFൻ്റെ കാലത്ത് പുറത്തിറങ്ങാത്തതെന്ന് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനൊക്കെ പറയാൻ എനിക്ക് സമയം തരണം. ഇവിടെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് കേരളത്തിലെ ജനങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ആരും ഇതിനെതിരല്ല. ഞങ്ങൾ എപ്പോഴും പറയുന്നത് ആ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം എന്തുകൊണ്ട് സർക്കാർ അഭിമുഖീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പോലും ചർച്ചയിൽ അവരെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. ഈ സമരത്തിന് പിന്നിൽ ആര് എന്ന് കുത്തി നോക്കുമ്പോൾ അത് എത്ര വലിയ വിരോധാഭാസമാണ്. നിങ്ങൾ ഈ സമരം ചെയ്യുന്ന ന്യായമായി സമരം ചെയ്യുന്നവരെ പ്രകോപിപ്പിക്കുന്നത് ആരാണ്? ഇപ്പോൾ പോലും ഈ ചർച്ചയിൽ പോലും വികസന വിരോധികളാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നവരാണെന്ന് പറയുന്നു. ഈ സമരത്തെ ഇതിനകത്ത് ജാതിയും മതവും കലർന്ന ഒരുപാട് ഇതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നു. ന്യായമായൊരു സമരം, ഞാൻ പറയട്ടെ, കിടപ്പാടം നഷ്ടപ്പെടുന്നവർ, പിന്നെ അതിൻ്റെ തീരം നഷ്ടപ്പെടുന്നവർ, ഉപജീവനം ചെയ്യാൻ വേറെ മാർഗ്ഗമില്ലാത്തവർ സമരം ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത്? ഇത് പെട്ടെന്നുണ്ടായ സമരമല്ലല്ലോ. പെട്ടെന്നല്ലല്ലോ ഈ തുറമുഖത്തിന് മുന്നിലേക്ക് അവർ സമരവുമായി വന്നത്. എത്രയോ ദിവസമായി അവരുടെ ആവശ്യങ്ങളുമായി സർക്കാരിൻ്റെ മുന്നിലേക്ക്, അധികാരികളുടെ മുന്നിലേക്ക് കടന്നു വന്നു. അവരൊന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് മാത്രമാണല്ലോ ഇവർ ശക്തമായ സമരവുമായി വന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ നേതാവെന്ന് അവകാശപ്പെട്ട പ്രിയപ്പെട്ട ചിത്തരഞ്ജൻ MLA ഇവിടെയുണ്ട്. അദ്ദേഹം
ഈ മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സമരം നടത്തി എന്നൊക്കെ പറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പോരാടി എന്നൊക്കെയാണ് പറയുന്നത്. ആ സമരം എവിടെയാണ് നടത്തേണ്ടത്? രാജ്ഭവൻ്റെ മുന്നിൽ. കേന്ദ്രമാണ് വെട്ടിക്കുറച്ചതെങ്കിൽ അവിടെ സമരം നടത്തേണ്ടത് രാജ്ഭവൻ്റെ മുന്നിലാണ്. എന്നിട്ട് അദ്ദേഹം ശീതീകരിച്ച കാറിൽ കറങ്ങിക്കൊണ്ടാണ് നടന്നത്. ഇവിടെ അവർക്ക് മറ്റു മാർഗ്ഗമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ തുറമുഖത്തിൻ്റെ മുന്നിൽ സമരം നടത്തിയാൽ മാത്രമേ അധികാരികളുടെ മുന്നിലേക്ക് അവരുടെ ആവശ്യം എത്തുകയുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരുടെ സമരം അങ്ങോട്ട് മാറ്റിയത്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ അവർ ഈ തുറമുഖവുമായി അവർക്ക് ഞാൻ പറയാം പോസിറ്റീവായി കാണുന്ന ആളുകളാണ്. ഇതിനുവേണ്ടി ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിമിഷം ഈ സർക്കാർ അധികാരി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തയ്യാറായാൽ, അവരെ ഒന്ന് അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാൻ തയ്യാറായാൽ, ഈ അവർ പറയുന്ന ആവശ്യങ്ങൾ ഒരു ഉറപ്പ് കൊടുത്താൽ അവർ പിന്മാറാൻ മാത്രം നിഷ്കളങ്കരാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞുള്ള 7 കാര്യങ്ങൾ എവിടെയാണ് നിങ്ങൾ സമ്മതിച്ചത്? എവിടെയാണ് നടപടി ഉണ്ടായത്? ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ എല്ലാം ജിയോ ഉത്തരവാണ്, സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ രൂപത്തിലാണ്. ഇവിടെ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അന്ന് സമരത്തിൽ ഇറങ്ങിയില്ല എന്നുള്ളതാണ്. അന്ന് ഇറങ്ങാത്തതിന് കാര്യം കൃത്യമായി ഉമ്മൻചാണ്ടി എല്ലാ മേഖലയിലുള്ള ആളുകളുമായി, മത്സ്യത്തൊഴിലാളികളുമായി, അതിരൂപതയുമായി കൃത്യമായ താഴെത്തട്ടിൽ മൈക്രോ ലെവൽ ചർച്ച നടത്തി അവർക്ക് വേണ്ടത് എന്താണെന്ന് പഠിച്ചു. ഇവിടെ ഞാൻ പറയട്ടെ, അന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അന്ന് പരിസ്ഥിതി ആഘാത പഠനമുണ്ടായിരുന്നു, സാമൂഹിക ആഘാത പഠനമുണ്ടായിരുന്നു. അവിടെയൊക്കെ പറഞ്ഞത് ഒരിക്കലും തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തീരശോഷണം ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ റിപ്പോർട്ട്. എങ്കിൽ പോലും നമുക്കറിയാം ഇത് തീരശോഷണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു വിദൂര കാലത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അവർ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ, വീട് നഷ്ടപ്പെടുമ്പോൾ, തീരശോഷണം ഉണ്ടായാൽ അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സർക്കാർ അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്ന് തീരുമാനമെടുത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു, ജിയോ ആയിരുന്നു. ഇവിടെ നിങ്ങൾ കേരളയുമായി മുമ്പോട്ട് വന്നല്ലോ. നിങ്ങൾ എന്തെങ്കിലും പരിസ്ഥിതിയുടെ ആഘാത പഠനം നടത്തിയോ? സാമൂഹിക ആഘാത പഠനം നടത്തിയോ? ഒന്ന് അവരുമായിട്ട് ചർച്ച ചെയ്തോ? എത്രമാത്രം നഷ്ടം സംഭവിക്കാൻ പോകുന്ന പദ്ധതിയാണ്, അല്ലെങ്കിൽ ഇത് കാരണം ആളുകൾക്ക് എത്ര നഷ്ടം സംഭവിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്നു? ഇതൊന്നും ചെയ്യാതെ, അവരുമായി ഒന്ന് ചർച്ച പോലും ചെയ്യാതെ, അവരെ അനുവാദമില്ലാതെ അവരുടെ അടുക്കളയിലേക്ക് മഞ്ഞക്കുറ്റി അടിച്ച ഈ സർക്കാരാണ് UDF-ന്റെ കാലത്തെ ആളുകൾ അല്ലെങ്കിൽ അന്ന് പറയുന്നത്. ചോദിക്കട്ടെ, നിങ്ങൾ കേരള സമരത്തിൽ നിങ്ങളുണ്ട്? അതെ, സമരത്തിലുണ്ട്. വിഴിഞ്ഞ സമരത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ കാണാത്തത്? എന്തുകൊണ്ടാണ് ഒരു പിന്തുണ സമരസമിതിയുമായി ചേർന്ന് സമരം നടത്താത്തത്? ഇത്രയേറെ നിങ്ങൾ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നെല്ലാം പറയുന്നു. നിങ്ങൾ പ്രതിപക്ഷത്തുമാണല്ലോ. എന്തുകൊണ്ടാണ് ഈ സമരത്തിൽ നിങ്ങൾക്ക് ചേരാൻ കഴിയാത്തത്? ഞാൻ പറയട്ടെ, ഇതിൽ കൃത്യമായി നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും അതല്ല തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും നിലപാട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ അവിടുത്തെ പുരോഹിതർ ഈ സമരത്തിൽ പങ്കെടുത്തപ്പോൾ പോലും നിങ്ങൾ പറഞ്ഞതെന്താണ്? അതിനകത്ത് മതവും തീവ്രവാദികളും ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി ഞങ്ങൾ കൂടി കടന്നു ചെന്നാൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു തീർക്കാൻ എളുപ്പമാണ്. അതിനുള്ള അവസരമാണ് നിങ്ങൾ നോക്കുന്നത്. വികസന വിരോധികളാണ്, തുറമുഖത്തിനെതിരാണ് ഇവരെന്ന് വരുത്തി തീർക്കാൻ വല്ലാതെ നിങ്ങൾ വെപ്രാളം കാണിക്കുകയാണ് ഈ സർക്കാർ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ തലയിൽ കൊണ്ട് വെക്കുകയാണ് അവർ വികസന വിരോധികളാണ്, ഈ തുറമുഖം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് അവരുടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു കാര്യം പോലും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല, ഒന്നുമില്ല. ഈ തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് സമരം നടത്തുന്ന ഈ രീതിയെ നിങ്ങൾ അപലപിക്കാൻ തയ്യാറാകുന്നില്ല. അതല്ലേ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പായി അവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്? അതിലേക്ക് തള്ളിവിട്ടത് ആരാണ്? അവരെ തീവ്രമായ സമരത്തിലേക്ക് തള്ളിവിട്ടതാണ്. ഇവിടെ ചിത്രരഞ്ജൻ ചെയ്തതുപോലെ ഒരു സമരത്തിന്റെ നാടകം കാണിച്ച് രാജ്ഭവനിൽ സമരം നടത്തുന്നതിന് പകരം ശീതീകരിച്ച കാറിൽ കറങ്ങി സമരം നടത്തേണ്ടതല്ലല്ലോ. അത് അവർക്ക് ജെന്യൂനായി അവർ മനസ്സിൽ തട്ടി സമരം നടത്തുകയാണ്. ആ സമരത്തെ കാണാതെ പോകാൻ പറ്റുമോ? അപ്പോൾ യഥാർത്ഥ ബോധത്തോടു കൂടി സമരം നടത്തുമ്പോൾ അവരെവിടെയാണ് സമരം ചെയ്യേണ്ടത്? അവർ തുറമുഖത്തിൽ അതിൻ്റെ മുന്നിൽ സമരം നടത്തിയാൽ മാത്രമേ അത് ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. അതാണ് അതിനകത്ത് മറ്റൊന്നുമില്ല. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുന്നത് വലിയ അപരാധം പോലെയാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാർ കാരണം തെരുവിൽ സമരം ചെയ്യാത്ത ഏതെങ്കിലും ഒരു സമൂഹമുണ്ടോ? അവരെ നിങ്ങൾ വല്ലാതെ പഴിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഫിലോമിന അവിടെയെല്ലാം നിങ്ങളുടെ സാന്നിധ്യമുണ്ട്, പക്ഷേ ഈ സമരരംഗത്ത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, സാന്നിധ്യം ഉണ്ടാവും. ഈ സമരം ഈ രീതിയിൽ ഒത്തീർപ്പാക്കാൻ ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം, ശരി, ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ മാനുഷിക ഒരു സെക്കൻഡ് എനിക്ക് സമയം, നിങ്ങൾ ഇത്രയും എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങൾ എനിക്ക് മതിയായ സമയം തരണം. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഏത് ജനതയാണ് ഈ സർക്കാരിനെതിരെ തെരുവിലിറങ്ങാത്തത്? ഫിലോമിന എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ശവശരീരവുമായി ബാങ്കിൻ്റെ മുന്നിൽ സമരം ചെയ്യേണ്ട ഗതികേട് വന്നില്ലേ? നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകൻ, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ വണ്ടി ഇടിച്ചു കൊന്ന കൊലയാളിയെ ഇവിടെ ആലപ്പുഴയിലെ ജില്ലാ കളക്ടറാക്കി വെച്ചപ്പോൾ നിങ്ങൾക്ക് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നില്ലേ? ഇവിടെ എത്രയോ അമ്മമാർ, നമുക്കറിയാം, വീട്ടമ്മമാർ തലമുണ്ടനം ചെയ്ത് സെക്രട്ടറിയുടെ മുന്നിൽ സമരം ചെയ്യേണ്ട ഗതി വന്നില്ലേ? അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുന്നത് മാത്രമാണ് ഏറ്റവും വലിയ വിഷയം. PSCയുടെ ഉദ്യോഗാർത്ഥികൾ അനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ ഈ സെക്രട്ടറിയുടെ മുന്നിലല്ലേ എത്രയോ ഉദ്യോഗാർത്ഥികൾ, കഷ്ടപ്പെട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടറിയുടെ മുന്നിൽ മുട്ടുപൊട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം നെഞ്ചത്ത് റീത്ത് വെച്ച് ശവഘോഷയാത്ര നടത്തേണ്ട ഗതികൾ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വന്നില്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ പോലും
ഒരു വ്യവസായ ദമ്പതിമാർ വ്യവസായം ചെയ്യാൻ സമ്മതിക്കാത്തതിന്റെ പേര് തലശ്ശേരിയിലെ ഒരു നഗരസഭയാണ് ഇടതു മുന്നണി ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ സമീപനം കാരണം ആളുകൾ തെരുവിലിറങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അധികാരികളുടെ ദാർഷ്ട്യം കാരണം, ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ അധികാരികളുടെ നിർബന്ധ ബുദ്ധി കാരണം പിടിവാശിയാണ് നടത്തുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ആരോപിക്കുന്നത്. താങ്കൾക്ക് മറുപടി പറയാം. പിന്നെ അല്ലാതെ മണ്ണെണ്ണയ്ക്കെതിരെ മണ്ണെണ്ണ വീതവുമായി കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തേണ്ടത് തീരദേശത്താണ്. രാജ്ഭവന്റെ മുന്നിലല്ലേ സമരം നടത്തേണ്ടത്? ഇതുപോലെ അദ്ദേഹം അല്ല, ഒന്നുകിൽ അദ്ദേഹത്തിനെ മേക്ക് ഓഫ് ചെയ്യുക, അല്ല ഞാൻ സംസാരിക്കാം. അദ്ദേഹത്തിന് മത്സ്യത്തൊഴിലാളി മേഖലയിലെ എന്തെങ്കിലും വിഷയം അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പൊതുവായി ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് PSCക്കാരെ ഇവിടെ വന്ന് സമരം ചെയ്തു. സുഹൃത്തെ, അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ 10-12 സീറ്റ് കൂടുതൽ. ദയവായി അദ്ദേഹത്തെ പറയാൻ അനുവദിക്കുക. താങ്കൾ സംസാരിച്ചപ്പോൾ ഒരാൾ പോലും ഇടപെട്ടില്ല. കൂടുതൽ സീറ്റ് വാങ്ങിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. ഈ നാട്ടിലെ ചെറുപ്പക്കാരടക്കം ഇടതുപക്ഷ മുന്നണിക്ക് നൽകിയ അംഗീകാരമാണ്. പിന്നെ സമരങ്ങളുടെയും പഴയകാല ചരിത്രമൊന്നും നമുക്ക് ഇപ്പോൾ ഇവിടെ അയവിറക്കണ്ട. UDFൻ്റെ കാലത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. ഇത് ആ ചർച്ചയുടെ വേദിയല്ല. ഇത് വിഴിഞ്ഞത്തെ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്. വിഴിഞ്ഞത്തെ പ്രശ്നത്തിൽ നമ്മൾ വഴിതിരിച്ച് പോകണ്ട. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്ന് വെച്ചാൽ ജയറാം രമേശ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന കാലത്ത് 2011 അദ്ദേഹം പറന്ന് വിഴിഞ്ഞത്തെത്തിയ ആളാണ്. ഇവിടെ വന്ന് അദ്ദേഹം സൈറ്റ് സന്ദർശിച്ചതാണ്. എന്നുമാത്രമല്ല 2013 ജൂൺ മാസം 29-ാം തീയതി ഇവിടെ പബ്ലിക് ഹിയറിംഗ് അടക്കമുണ്ടായി. ആ പബ്ലിക് ഹിയറിങ്ങിനൊക്കെ കാലത്തൊന്നും ഈ തർക്കവാദങ്ങളും ഈ വിഷയങ്ങളും ഒന്നും ഉന്നയിക്കാതിരുന്ന പല ആൾക്കാരുമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത്. അതെന്തുമായിക്കോട്ടെ, ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒരു പാക്കേജ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ജിയോ ഇറക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. അത് നല്ല കാര്യമാണ്. ഉത്തരവിറക്കിയിട്ടുണ്ട്. 10 പൈസ ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ടോ? ഈ വിഴിഞ്ഞത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടി ഒരു നയാ പൈസ ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ടോ? പേപ്പറിനകത്ത് എഴുതി വെച്ചെന്നുള്ളതല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? ഇനി ഇടതുപക്ഷ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തെന്ന് അദ്ദേഹം നോക്കൂ. ഇവിടെ നമ്മൾ കാണേണ്ടത് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ സ്റ്റെല്ലസ്, അദ്ദേഹത്തിന് കുറേയൊക്കെ വസ്തുത അറിയുന്ന ഒരാളാണ്. അവിടെ മുട്ടത്തറയിൽ 178 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചിട്ടുള്ള ഫ്ലാറ്റ് സമുച്ചയമായാലും, അത് കഴിഞ്ഞ് കാരോട്ട് 122 പേരെ പുനരധിവസിപ്പിച്ച ഫ്ലാറ്റ് സമുച്ചയമായാലും, ഭീമാപ്പള്ളിയിൽ 20 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച ഫ്ലാറ്റായാലും, 320 എണ്ണം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഫ്ലാറ്റുകൾ മാത്രം. 5 തടങ്ങടക്കമുള്ള പ്രദേശങ്ങളിലായി 812 കുടുംബങ്ങൾക്ക് മൊത്തം ഈ പുനർഗ്രഹം പദ്ധതി പ്രകാരമുള്ള സഹായങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ പുനരധിവാസത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സമരത്തിന് തുടക്ക കാലഘട്ടത്തിൽ ഉന്നയിച്ചതും ഗൗരവമായി ഞങ്ങൾ കാണുന്നതുമാണ് വലിയതറയിലെ പുനരധിവാസം. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2010 മുതൽ 2020 വരെയുള്ള 10 വർഷക്കാലത്തെ കടലാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി പല ക്യാമ്പുകളിൽ താമസിച്ചിരുന്ന സഹോദരങ്ങൾ, അതിനകത്ത് ഈ പറഞ്ഞതുപോലെ 360 പേരൊന്നും ഒരു സിമൻറ്റ് ഗോഡൗണിലില്ല. സത്യത്തിൽ നടന്നതെന്താ? ആ ഗോഡൗണുകളായിട്ടുള്ള 4 കെട്ടിടങ്ങളിലായി ഒന്നാമത്തതിൽ 19 പേർ, രണ്ടാമത്തിൽ 21 പേർ, മൂന്നാമത്തേൽ 18 പേർ, നാലാമത്തേൽ 17 പേർ, അങ്ങനെ 74 പേർ ആ ഒരെണ്ണത്തിലും. അവിടെയുള്ളൊരു സ്കൂളിലും മറ്റൊരു കെട്ടിടത്തിലുമായി 38 പേർ. ഇത് കൂടാതെ 144 കുടുംബങ്ങൾ അവിടെ ബന്ധുക്കളുടെയും വാടക വീടുകളിലുമായി താമസിക്കുന്നവരാണ്. മൊത്തത്തിൽ ഏതാണ്ട് 255ഓളം വരുന്ന ആൾക്കാരുടെ പുനരധിവാസമുണ്ട്. അതോടൊപ്പം തന്നെയാണ് കൊച്ചുവേളി, വലിയവേളി, ശംഖുമുഖം അടക്കമുള്ള അടക്കമുള്ള പ്രദേശങ്ങളിലായി നമുക്കൊരു 300ഓളം വരുന്ന ആൾക്കാരെ അടിയന്തരമായി പുനരധിവസിപ്പിക്കണം. അവർക്ക് പുനരധിവാസത്തിനാവശ്യമായ ഒരു സ്ഥലം നേരത്തെ തന്നെ വലിയതുറ സെൻറ്റ് ആൻ്റണീസ് ഗ്രൗണ്ടിൽ 2.5 ഏക്കർ സ്ഥലം കണ്ടെത്തിയതാണ്. എന്നാൽ ആ 2.5 ഏക്കർ സ്ഥലത്ത് ഫ്ലാറ്റ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി ചില തർക്കങ്ങൾ വന്നു. അവിടെ തന്നെ താമസിക്കുന്ന മറ്റു ചിലർ അവർക്ക് കൂടെ അവിടെ വീട് കിട്ടണം, ഫ്ലാറ്റ് കിട്ടണം എന്നുള്ള നിലയിലേക്കുള്ള ചില പ്രശ്നങ്ങൾ പ്രാദേശികമായി ഉയർന്നു വന്നു. അതൊരു തർക്കത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി അത് നിർത്തിവെച്ചു.
അതിനുശേഷമാണ് സംസ്ഥാനത്തെ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിലുള്ള 17 ഏക്കർ 34 സെൻറ്റ് സ്ഥലം ഈ പുനരധിവാസത്തിന് വേണ്ടി എടുക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചു. പക്ഷേ മൊത്തം സ്ഥലം വിട്ടു തരാൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറല്ല. 8 ഏക്കർ സ്ഥലം അവർ ഇപ്പോൾ വിട്ടു തന്നിട്ടുണ്ട്. 2 ഏക്കർ സ്ഥലം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നിട്ടുണ്ട്. ഈ 10 ഏക്കർ സ്ഥലത്തിൽ ബാക്കി അവശേഷിക്കുന്ന മുഴുവൻ പേർക്കും ഫ്ലാറ്റ് നിർമ്മിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ആ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാക്കേജിൽ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെൻറ് തയ്യാറായി. ഇന്ന് അവിടെ ഒരു താലൂക്ക് ആശുപത്രി രൂപത്തിൽ 10 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് അവിടെ സാധാരണ ഉണ്ടായിരുന്നൊരു ഹെൽത്ത് സെൻ്ററിൻ്റെ സ്ഥാനത്ത് ഒരു താലൂക്ക് ആശുപത്രിയായി. അവിടെ ഇനി ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ കൂടി ആരംഭിക്കാൻ പോവുകയാണ്. ഇതുകൂടാതെ തൊഴിലാളികളുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് പരസ്പരം രൂപത തന്നെ നിന്ന് മധ്യസ്ഥതയിലൂടെയൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തിട്ടുള്ള തുക കരമടി തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം 52 കോടി 75 ലക്ഷം രൂപ, കട്ടമരത്തിലെ 107 തൊഴിലാളികൾ കൊടുക്കുന്ന നഷ്ടപരിഹാരം, 1000 വീടുകൾക്ക് സൗജന്യമായിട്ടുള്ള വൈദ്യുതി കണക്ഷൻ കൊടുത്ത് 1 കോടി 72 ലക്ഷം രൂപ, 73 ചിപ്പി തൊഴിലാളികൾ അവർക്കൊരാൾക്ക് 12 ലക്ഷം രൂപ പ്രകാരം 9.25 9 കോടി 25 ലക്ഷം രൂപ അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്. 4 ലിറ്റർ വീതം മണ്ണെണ്ണ 28 കോടി 17 ലക്ഷം രൂപ ആദ്യം കൊടുത്ത് ഇനി 31 കോടി രൂപ അവിടെ കൊടുക്കും. ഇത് കൂടാതെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിഴിഞ്ഞം പ്രദേശവുമായി ബന്ധപ്പെട്ട് അവിടെ ആ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വൈവിധ്യമുള്ള തൊഴിലുകളിൽ പങ്കെടുക്കാൻ കഴിയുന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി 45 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അസാപ്പിൻ്റെ ഒരു വലിയ പദ്ധതി അവിടെ വന്നിട്ടുണ്ട്. ട്രെയിനിങ് കൊടുക്കാനാണ്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പ്രദേശവാസികൾക്കായിരിക്കും മുൻഗണന എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടെ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏത് തൊഴിലവസരങ്ങളിലും പ്രാദേശികമായ ആ പ്രദേശത്തെ ഈ പ്രവർത്തനങ്ങളോട് സഹകരിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ നഷ്ടം സഹിച്ചിട്ടുള്ള കുടുംബങ്ങൾക്ക് തന്നെയായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. ഞാനിതെല്ലാം പറയുന്നത് ഒരു പ്രകോപനത്തിനും വേണ്ടിയല്ല. ഗവൺമെൻറ് കുറേ അധികം കാര്യങ്ങൾ ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ്. അതിനുവേണ്ടിയാണ് ഈ ചർച്ചകളെല്ലാം നടക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭിവന്ദനായിട്ടുള്ള അതിരൂപതയുടെ ബിഷപ്പ് തോമസ് നെറ്റോ പിതാവുമായും അതുപോലെ തന്നെ യൂജിൻ പിതാവുമായി അച്ഛനുമായും നേരിട്ട് സംസാരിച്ചല്ലോ. അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇത് നിർത്തിവെക്കുന്നതൊഴിച്ചുള്ള ബാക്കി എല്ലാ വിഷയങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാൻ തയ്യാറാണ്. ഇനി രണ്ടാമത്തൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഞാൻ കൂടുതൽ ഇതിനകത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. അദ്ദേഹം പറഞ്ഞു മണ്ണെണ്ണയ്ക്കെതിരായിട്ടുള്ള സമരം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഈ രാജ്ഭവൻ്റെ മുമ്പിലും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൻ്റെ മുന്നിലും ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തുള്ളിൽ 6 സമരമാണ് ഞങ്ങൾ നടത്തിയത്. രാജ്ഭവൻ്റെ മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ തൊഴിലുപകരണങ്ങളുമായി പോയി സമരം നടത്തുവാൻ ഞങ്ങൾ നിശ്ചയിച്ചു. പക്ഷേ പോലീസ് അന്ന് അതിന് അനുവാദം ജൂലൈ മാസത്തിൽ അനുവാദം തന്നില്ല. ട്രാഫിക് ഗതാഗതം അത് തടസ്സമുണ്ടാകും, അതുകൊണ്ട് ഒരു വള്ളവും ഒരു ഇഞ്ചനും വലയുമായിട്ട് പോകാൻ അനുവാദം തന്നു. ഞങ്ങൾ അതുമായി പോയി രാജ്ഭവൻ്റെ മുന്നിൽ അന്നത്തെ LDFൻ്റെ കൺവീനറായിട്ടുള്ള ശ്രീ വിജയരാഘവനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിനുശേഷം എത്ര കേന്ദ്ര ഗവൺമെൻറ് നയത്തിനെതിരായി സമരം നടത്തി. മണ്ണെണ്ണയുടെ വില വർധനവിൻ്റെ ഉത്തരവാദി ഗവൺമെൻറ്റാണോ? യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര പൂളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന മണ്ണെണ്ണയുടെ അളവ് അത് ഗണ്യമായി 1 ലക്ഷം കിലോ ലിറ്റർ മണ്ണെണ്ണ വേണ്ട സ്ഥാനത്ത് നമുക്കിത് യഥാർത്ഥത്തിൽ 35,000 കിലോ ലിറ്റർ താഴെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ 35,000 കിലോ ലിറ്റർ മണ്ണെണ്ണ കിട്ടുമ്പോൾ നമ്മുടെ തൊഴിലാളികൾക്ക് ആവശ്യമായ മണ്ണെണ്ണ ഇവിടെ കിട്ടുന്നില്ല. 142 രൂപയാക്കി 1 ലിറ്റർ മണ്ണെണ്ണയുടെ വില. സ്റ്റേറ്റിൻ്റെ 25 കഴിഞ്ഞാൽ 117ആണ്. അവിടെയാണ് പറയുന്നത് തമിഴ്നാടിൻ്റെ പ്രശ്നം. തമിഴ്നാട്ടിലെ 3 ജില്ലകൾ കന്യാകുമാരി, തൂത്തുക്കുടി, കുളച്ചൽ, ഈ 3 ജില്ലകളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കായി കേവലം 5,000 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് അവർക്ക് വേണ്ടി വരുന്നത്. കാരണം അവർക്ക് ഇൻബോർഡ് വള്ളങ്ങളില്ല. അവർക്ക് 3-4 ഇഞ്ചനുമായിട്ട് പോകുന്ന വള്ളങ്ങളല്ല, അവരുടെ 4 പേർ 6 പേർ പോകുന്ന വള്ളങ്ങളാണ്. അങ്ങനെയുള്ള 5,000 കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് അവിടെ സബ്സിഡി നിരക്കിൽ കൊടുക്കേണ്ടി വരുന്നത്. നമ്മളിവിടെ ഇപ്പോൾ കൊടുക്കുന്ന 35,000 കിലോ ലിറ്ററാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ 7 ഇരട്ടിയാണ്. അവർ കൊടുക്കുന്ന സബ്സിഡിയുടെ ഇരട്ടി ഏതാണ്ട് 59.41 കോടി രൂപ ഈ സംസ്ഥാനം കൊടുക്കുമ്പോൾ അവർക്ക് ഇപ്പോഴും 20 കോടി രൂപയാണ് ആകെ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ കേരളത്തിൽ അധികമായി ഉണ്ടാകുന്ന മണ്ണെണ്ണയുടെ ഉപയോഗം ഞാനൊന്ന് പറഞ്ഞോട്ടെ, 1 മിനിറ്റ് 1 സെക്കൻഡ്.
ഒരു സെക്കൻഡ് ഞാൻ അതൊന്ന് പറയട്ടെ. ഈ മണ്ണെണ്ണ പ്രശ്നം ഗൗരവമുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര പൂളിൽ നിന്നും മണ്ണെണ്ണ വെട്ടിക്കുറച്ചതും വില വർദ്ധിപ്പിച്ചതുമായ നടപടി മൂലമുണ്ടായിട്ടുള്ള ഈ സ്തംഭനാവസ്ഥയെ കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരം എന്നുള്ള നിലയിലേക്കല്ല യഥാർത്ഥത്തിൽ മാറ്റേണ്ടത്. മറിച്ച് സംസ്ഥാന ഗവൺമെൻറ്, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരു 300 കോടി രൂപ, ഇവർ പറയുന്ന പോലെ തമിഴ്നാട്ടിലെ വിലക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ 300 കോടി രൂപ ഒരു മാസം സബ്സിഡി കൊടുക്കണം. കേരളത്തിന് കഴിയുമോ? നമ്മളെല്ലാം ആലോചിക്കണ്ടേ? 300 കോടി രൂപ സബ്സിഡി കൊടുക്കാനൊക്കെ ഈ കേരളത്തിലെ ഗവൺമെൻറ്റിന് താങ്ങാൻ കഴിയുന്നതാണോ? അപ്പോൾ ഈ യഥാർത്ഥത്തിലുള്ള ആൾക്കാരെ വെറുതെ വിടുകയും ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ് ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയും ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങളെ തമസ്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? അതൊന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ? അതുകൊണ്ട് ഈ വിഷയത്തെ ആളിക്കത്തിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് രമ്യമായ ചർച്ചയിലൂടെ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. വീണ്ടും ഞങ്ങൾ അടിവരയിട്ട് സ്റ്റെല്ലസ്, ഇപ്പോൾ പി ചിത്തരഞ്ജൻ പറഞ്ഞത് ഈ സർക്കാർ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അങ്ങ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി 276 വീടുകൾ പൂർത്തീകരിച്ച് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കൈമാറിയത്. അതെല്ലാം യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലിരിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ വിഴിഞ്ഞം പദ്ധതി നിർത്തിവെച്ചുകൊണ്ട് ഒരു സമരത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ഉചിതമായ സ്ഥലത്ത് ചർച്ച ചെയ്യൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ചയ്ക്ക് സന്നദ്ധരാകാത്തത് എന്നാണ് ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, ഈ കേരളത്തിൽ നടക്കുന്ന ഏത് നിർമ്മാണ പ്രവർത്തനവും, ഇത് മാത്രമല്ല, ഒരു നിർമ്മാണ പ്രവർത്തനം തടസ്സം ചെയ്യാൻ പാടില്ല. അത് ഹൈക്കോടതി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം മാത്രം അതിനകത്ത് നിർത്താൻ പാടില്ല എന്നല്ല പറഞ്ഞത്. ഒരു നിർമ്മാണ പ്രവർത്തനം തർക്കമുണ്ടെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം തടസ്സം ചെയ്യാൻ പറ്റില്ല. അത് എന്താണെന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് ലത്തീൻ രൂപത എന്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം അവിടെ നിർത്തിവെച്ചുകൊണ്ട് പഠനം നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ ആ നിവേദനത്തിൽ തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി രാമേന്ദ്രൻ ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ഇരുന്നപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വന്ന മന്ത്രിക്കും, നമ്മൾ തുറമുഖ വകുപ്പ് മന്ത്രിക്കും നമ്മുടെ ലത്തീൻ രൂപത കൊടുത്തിട്ടുണ്ട്. ഇത് തീരശോഷണം ഉണ്ടാകുന്നത് ഈ ഹാർബർ വന്നതിന് ശേഷമാണ്. തെക്കിൽ നിന്നും വടക്കിൽ നിന്നും വരുന്ന മണ്ണ് ഈ കരയിൽ നിന്നും ലക്ഷം ടൺ കണക്കിനാണ് ഉള്ളിലോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. അതിൻ്റെ അടിയൊഴുക്ക്, അതിലുണ്ടാകുന്ന അടിയൊഴുക്ക്, ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഒഴുക്ക്, ഇതിന് പഠനം നടത്തി ഇതിന് പ്രത്യേകമായി പഠനം നടത്തിക്കൊണ്ട് ഈ തുറമുഖ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ അത് നിർത്തിവെച്ചുകൊണ്ട് പഠനം നടത്തണമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്ന രൂപത? ഇതല്ലയോ നിങ്ങളുടെ മുമ്പിലല്ലയോ കാണുന്നത് 7 വരി വീടുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്? ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖവും മത്സ്യബന്ധന ഹാർബറും അടുത്ത് പനത്തുറ, നമ്മുടെ സഹോദരങ്ങൾ താമസിക്കുന്ന പനത്തുറ ഒരു 1000 മീറ്റർ ദൂരം ഉണ്ടായിരുന്ന തീരമാണ്. ഇന്ന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അതും കടലിൽ മുങ്ങി നിൽക്കുകയാണ്. ഇതിന്റെ ഒരു പ്രത്യാഘാതമാണ് അവിടെ സംഭവിച്ചത്. താങ്കൾക്ക് കാര്യങ്ങൾ അറിയാം. തുറമുഖത്തിന്റെ പുലിമുട്ട് നിർമ്മാണം ആരംഭിക്കുന്നത് 2016-ലാണ്. അതിനു മുമ്പ് തന്നെ വിവിധ വർഷങ്ങളിൽ അവിടെ ശംഖുമുഖത്തും വലിയതുറ മേഖലകളിലെല്ലാം തീരശോഷണം സംഭവിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി കൊണ്ടാണ് തീരശോഷണം ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ഈ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. അല്ലെ, ഞാൻ ചോദിച്ചത് 2015 ഇത്രയും കടലാക്രമണം ഉണ്ടായോ? ഒരു വരി വീടില്ലേ? ഒരു വരി വീടുകളും ഏതെങ്കിലുമൊക്കെ ഓല ഷെഡ് വീടുകളാണോ നഷ്ടപ്പെട്ടത്? അല്ലാതെ അതിൽ കൂടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇപ്പം അതിന് ശേഷമാണല്ലോ ഇത്രയും 7 വരി വീട് നഷ്ടപ്പെട്ടു. നമ്മുടെ ബീച്ച് റോഡ് മുഴുവനും പോയി. നമ്മുടെ എയർപോർട്ട് കാർഗോ റോഡ് മുഴുവനും നഷ്ടപ്പെട്ടില്ലേ? അവിടെ ഇപ്പം ടൂറിസ്റ്റ് മേഖലയുണ്ടോ? ദേശീയ ഹരിത ട്രൈബ്യൂണൽ രൂപീകരിച്ച 2 ഉപസമിതികൾ, ഈ 2 ഉപസമിതികൾ 2 മാസം കൂടുമ്പോൾ അവിടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രത്യാഘാതം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ അത്തരത്തിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് അവരുടെ മുന്നിൽ എത്തിയിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ ഈ തീരശോഷണം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഇറങ്ങുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിലേക്ക് തിരികെ വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് ആൻഡ് വ്യൂസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസിലേക്കാണ് പോകുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇന്ന് ജസ്റ്റിസ് അനു ശിവരാമൻ അദാനി നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട്
വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. പ്രശ്നപരിഹാരത്തിന് സർക്കാരുമായുള്ള സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ തുടരാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം. മറ്റൊന്ന്, അതിന് അദാനി ഗ്രൂപ്പ് മറുപടി നൽകിയത് വളരെ പ്രസക്തമാണ്. ക്രമസമാധാനം പാലിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും പോലീസ് അതിന് തയ്യാറാകുന്നില്ല, പോലീസ് അത്തരത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അദാനി ഗ്രൂപ്പിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത്. അതായത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആഴ്ചകളായി കാണുകയാണ്, വലിയ പ്രകോപനം പോലീസിന് നേർക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിൽ അക്രമ പ്രവർത്തനങ്ങൾ സർക്കാർ സംവിധാനങ്ങളോട്, അതുപോലെ ആ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളോടെല്ലാം വലിയ അക്രമാസക്തമായ രീതിയിൽ അവിടെ സമരം തുടർന്നു വരികയാണ്. ഈ ഘട്ടത്തിൽ കോടതി കൂടി പറഞ്ഞിരിക്കുന്നു. ഇതെന്താണ് ഇനി സർക്കാരിന് മുന്നിലുള്ള പോംവഴി? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, കഴിഞ്ഞ 12-13 ദിവസമായിട്ട് നമ്മുടെ ഒരു വലിയ പോലീസ് സേന ഈ വിഴിഞ്ഞത്തെ സമരത്തിനെ ത്തോടനുബന്ധിച്ച് അവിടെയുണ്ട്. പലതവണ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ ഈ സമരക്കാർ നീങ്ങിയെങ്കിലും അവരുടെ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിലും ഈ പോർട്ടിനകത്തേക്ക് കയറി പോലും പോലീസിന് നടപടി ക്ഷണിച്ചു വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അവിടുത്തെ 1-2 പുരോഹിതർ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലും അപമാനിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തിട്ടും ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താ? അവിടെ ഒരു കലാപം ഉണ്ടായി, വെടിവെപ്പുണ്ടായി, കുറച്ച് മത്സ്യത്തൊഴിലാളികൾ മരിച്ചു കഴിയുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അട്ടിമറിക്കാനായിട്ടുള്ള മുതലെടുപ്പിനാണ് ഉള്ള ശ്രമമാണെന്നുള്ള പച്ച വെളിച്ചം പോലെ മലയാള ഭാഷ അറിയാവുന്നതിന് കേരളത്തിലേക്ക് അത് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ ഒരു ഒറ്റ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ട് ഞാൻ ഉത്തരത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു, ശീതീകരിച്ച കാറിൽ ബഹുമാനപ്പെട്ട ചിത്തരഞ്ജൻ MLA കറങ്ങി നടക്കുമായിരുന്നു 2 പ്രാവശ്യം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പറയുമ്പോൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അമൂൽ ബേബിയെ പോലെ ഈ ഉടയാത്ത വസ്ത്രവുമായി ശീതീകരണ ശാലകളിലൂടെ തന്നെ കറങ്ങി നടക്കുന്ന വാഹനങ്ങളിലൂടെ കറങ്ങി നടക്കുന്നത് നിങ്ങൾ കോൺഗ്രസ്സുകാരാ, ഒരൊറ്റ CPM-കാരനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞങ്ങൾ ജനങ്ങളുമായിട്ട് ഞങ്ങളുടെ ഇടപെടലിൽ. അതുകൊണ്ട് PP ചന്ദ്രനെ പോലെയുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും വളർന്നു വന്ന ഒരു നേതാവിനെ കുറിച്ചൊക്കെ താങ്കൾ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. താങ്കളുടെ KPCC അത് ഈ വാക്ക് അംഗീകരിക്കുന്നുണ്ടെന്നുള്ളവരും ഒന്ന് വിളിച്ചു നോക്കിയോട് ചെയ്യണം. ഇനി രണ്ടാമത്, നേരത്തെ നമ്മൾ ദുരൂഹതയെ കുറിച്ച് പറഞ്ഞല്ലോ. ദുരൂഹതയുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു സമരം ഇവിടെ നടന്നു, പെമ്പിളെ ഒരുമെന്നും പറഞ്ഞു മൂന്നാറിൽ. ആ സമരത്തിന്റെ മൂന്നാറിലെ സമരം അന്ന് അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ആരാണ് കൂടെ കിടന്നതൊക്കെ? അവരുടെ സത്യാഗ്രഹത്തിനോടൊപ്പം കിടന്നവരാ ഇവിടുത്തെ കുറെ കപട പരിസ്ഥിതിവാദികൾ, അന്നത്തെ കോൺഗ്രസിന്റെ 1-2 മകളെ നേതാക്കന്മാരും. ഒടുവിൽ ബഹുമാനപ്പെട്ട MM മണിയാശാനെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ പുറത്ത് വിട്ട് എന്നല്ലാതെ കൊണ്ട് ഒടുവിൽ നിരാഹാരം കിടന്നവരല്ലാത്തവരെല്ലാം കൂടി ഓടിച്ചോടേണ്ട സാഹചര്യം വന്നു. അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പൊ വിഴിഞ്ഞം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തിന്റെ പിന്നിലെ ദുരൂഹതകൾ വ്യക്തമായിട്ട് കേരളം തിരിച്ചറിഞ്ഞ ഈ പെമ്പിളെ ഒരുമ പോലെ. ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ, കേരളത്തിലെ വികസന പ്രവർത്തനവുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 മുതൽ പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഏതെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഈ കൊടിയ ലോകത്തിന് മുമ്പിൽ തന്നെ പ്രശംസ നേടിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളും കോവിഡ് കൺട്രോളിങ് എല്ലാം നടത്തിയിട്ടും ഈ പറയുന്ന ഇടതുപക്ഷത്തിനെ എതിർക്കുന്ന കുറെ വലതുപക്ഷ പ്രതിപക്ഷങ്ങളും അല്ലാത്തവരും ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ആ സുഹൃത്ത് കേരളയിലെ പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ കേരളയിൽ നിന്നുള്ള നിങ്ങളുടെ സമരം മാത്രം മതി, അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഈസി വാക്കോറ ഒരു 120 സീറ്റ് കിട്ടും. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിനെ ഇത്രയ്ക്ക് വഞ്ചിച്ച വികസന പ്രവർത്തനങ്ങളെ നിങ്ങൾ തട്ടിയോടിച്ചാൽ നിങ്ങൾ സുഹൃത്തെ മിണ്ടായിരിക്കെ, നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഴിഞ്ഞത്തേക്ക് സമരത്തിന് കൂടെ ഇരുന്നേ. അപ്പൊ നിങ്ങളെ അടിച്ചോടിക്കും. കാരണം അറിയോ, ഇതിന് മുതലെടുപ്പ് നടക്കാൻ ഈ വിഴിഞ്ഞം പദ്ധതിക്ക് ഒപ്പിട്ട രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിപക്ഷ ആ സമരപന്തലിൽ ചെന്നു. ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികള് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. നട്ടല്ലാർക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കണം. പങ്കായം കണ്ട് ഓടിപ്പോയ കേരളത്തിലെ മുഖ്യമന്ത്രി 1-ാം നമ്പർ കാറിൽ ഓടിയത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. എന്റെ നട്ടൽ പരിശോധിക്കണ്ട. ഇവിടെ മന്ത്രിമാരാണല്ലോ. നട്ടലുള്ള ആളെ നിങ്ങൾ മന്ത്രിസഭയിൽ പുനഃസംഘടിപ്പിക്കണം. അല്ലാതെ മന്ത്രിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കാര്യമില്ല. നടത്തുന്ന രീതിയിലേക്ക് അധപതിച്ചു പോകുകയാണ്. വളരെ ഖേദകരമായി പറയേണ്ടി വരികയാണ്. വസ്തുതകൾ പഠിക്കാതെ കപലപ്രസംഗത്തിന്റെ രീതിയിലേക്ക് താങ്കൾ തരം താഴുകയാണ്. എല്ലാ മാസവും പുതിയ കാറുകൾ മേടിക്കുന്നത് ആരാണ്? നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ? ആരാണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്നാ പിന്നെ അയാളെ കൊണ്ട് ചർച്ച നടത്തേ? അയാളുടെ മൈക്ക് ഓഫ് ചെയ്യൂ. അൺകൾച്ചേർഡ് ആയിട്ടുള്ളവരെ, അന്തസ്സുള്ള ഒരു MLA ഒക്കെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഞാൻ പറഞ്ഞാൽ പോലെ എന്നെ ഒഴിവാക്കണം. അറിയോ, ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിന് കേരളം മുഴുവൻ അറിയാം. അദ്ദേഹത്തെ പോലെ ഒരാളെ പോലെ ആൾ തടഞ്ഞു.
ഒന്ന് മനസ്സിലാക്കി. അത് ശരിയാണെന്ന് തോന്നുന്നു. താങ്കൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇത്ര വലിയ സീരിയസ് ആയി കാണുന്നു, വിഴിഞ്ഞത്തെ കാര്യങ്ങൾ ഇത്ര സീരിയസ് ആയി കാണുന്നു, എന്തുകൊണ്ട് നിങ്ങൾ സമര രംഗത്ത് ഇറങ്ങുന്നില്ല? ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഒപ്പമാണ്, പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമരപന്തലിൽ പോയിരിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഇവിടെയാണ് നിങ്ങളുടെ ദുരൂഹത, നിങ്ങളുടെ ഇടപെടലിന്റെ ദുരൂഹത ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രഖ്യാപിക്കാൻ അവിടെ പോകണമെന്നില്ല. ഞാൻ ഇവിടെ പറയുന്നുണ്ടല്ലോ, അവിടുത്തെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ഞാൻ പറയുകയല്ലേ. അത് തന്നെയാണല്ലോ ഐക്യദാർഢ്യം. കട്ടന് പുറത്ത് ചരട് വലിക്കുകയാണ് നിങ്ങൾ. ഇതാണ് പ്രതിപക്ഷത്തെക്കുറിച്ച് ആരോപിക്കപ്പെടുന്ന സംശയം. അവർക്ക് അവകാശപ്പെട്ട ന്യായങ്ങളും അവർക്ക് അവകാശപ്പെട്ടതിനെല്ലാം നിഷേധിക്കാനുള്ള ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ 50 കുടുംബങ്ങളുടെ പുനരധിവാസം പോലും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങളുടെ മന്ത്രി കുറ്റസമ്മതം നടത്തിയില്ലേ? എന്നിട്ടാണ് നിങ്ങൾ ഈ വലിയ ഇതുപോലൊരാൾ എന്തൊരു മോശമായി ഇത്രയ്ക്കും രോഗം മുഴുവൻ കാണുന്ന ഒരു ചർച്ചയില് എന്തൊക്കെയാണ് ഈ മനുഷ്യൻ വിളിച്ചു പോകുന്നത്? അങ്ങനെ അനുവദിക്കരുത്, തെറ്റാ. ഈ ചർച്ചയിലെ മറ്റ് പാനലിസ്റ്റുകളെ അവമാനിക്കുന്ന പോലെയാ. നമ്മളെ ചെയ്യരുത്. കൈരളിയെ പോലെ റെപ്യൂട്ടഡ് സ്ഥാപനം. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, ഇതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. തീരദേശ കൊള്ളക്കാരും അതുപോലെ തന്നെ സുഖിച്ച് ജീവിച്ച് തീരദേശത്തെ പാവപ്പെട്ട നിഷ്കളങ്കരായ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച് വേരനകാതെ ജീവിക്കുന്നവരുടെ തട്ടിപ്പുകൾ പുറത്തു വരികയും സർക്കാർ കണ്ണുരുട്ടുകയും ചെയ്തപ്പോൾ ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ ഇറങ്ങിയവരാണ് ഇവർ പലരുടെയും കറുത്ത കരങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അന്തർദേശീയ തുറമുഖ ലോബി, വിഴിഞ്ഞത്തെയും കേരളത്തെയും നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഇത്തരം ലോബികൾ, ഈ പുരോഹിതരുടെ ഏതാനും പുരോഹിതർ, എല്ലാവരും ഒന്നുമില്ല, കേരളത്തിലെ മഹാഭൂരിപക്ഷം വൈദികരും നല്ല മനുഷ്യരും പ്രത്യേകിച്ച് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന വൈദികരിൽ 90% ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരവര്. ഞങ്ങൾ അവരെ ബിഗ് സല്യൂട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വക്രബുദ്ധിയുള്ളവരാ പുരോഹിതർ. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നിലത്തടിച്ച് കണ്ണൂര് വിടുന്നു പറയാൻ ഒരു വൈദികന്റെ നാവിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ സമൂഹത്തിൽ ജനിച്ചയാളാ, ഞങ്ങൾക്കൊക്കെ അതൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം. നിങ്ങൾക്കറിയോ? അതുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്, കേരളത്തിന്റെ മന്ത്രിസഭയിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ കോപ്പ് കൂട്ടിയാൽ ഞങ്ങൾ ആരും പുല്ലുപറിക്കാൻ പോകാനും നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. ഇപ്പൊ നിങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഏതാനും ചില പുരോഹിതർ മാത്രമേ ഉള്ളൂ. വികാരി ജനറൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ചർച്ച കഴിഞ്ഞ് പറഞ്ഞത് ഇപ്പൊ എന്താ പറഞ്ഞേ? ഞങ്ങൾ സംതൃപ്തരാണ്, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ഈ വൈദ്യന്റെ നേതൃത്വത്തിൽ പിന്നെയും അവിടെ സമരമാണെന്ന് പറഞ്ഞു. ഇതിന്റെ ലക്ഷ്യം എന്താ? സത്യത്തിൽ ഇവർ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുക, നിഷ്കളങ്കരായ മത്സ്യത്തൊഴിലാളികളെ ഇവർ ചതിക്കുവാണ്. ആണ്ട് അവിടെ ഈ വിഴിഞ്ഞം സമരക്കാർക്കെതിരെ വലിയൊരു ജനകീയ മുന്നേറ്റം വന്നിരിക്കുന്നു. 10,000-കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ വികസന വിരോധികൾക്കും ആരുടെയോ അച്ചാരം വാങ്ങിക്കൊണ്ട് ഈ അട്ടിമറിക്ക് വേണ്ടിയിട്ട് രംഗത്തിറക്കിയിരിക്കുന്ന ഈ അപൂർവം ചില പുരോഹിതന്മാർക്ക് എതിരെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ നല്ലൊരു വിഭാഗം രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്റെ വാട്സാപ്പിൽ എന്റെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അവര് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. പോകുന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ സംസാരിക്കാനാണ് ഇവിടെ വന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളി വിഷയങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. പ്രധാന അജണ്ട അതാണ്. ബഹുമാനപ്പെട്ട MLA പറഞ്ഞതാണ്. നിങ്ങൾ വെറുതെ ഞങ്ങളുടെ സമരസമിതി കൺവീനർ പറഞ്ഞത് എന്താ? നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? നിങ്ങളുടെ നിയമസഭയിൽ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇവിടെ കേരളം പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കൃത്യമായ ശക്തികളെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് തന്നെയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത്. നിയമസഭയിൽ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? നിയമസഭയിൽ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഞങ്ങള് തീവ്രവാദികളുടെ പുറത്തു നിന്നൊന്ന മത്സ്യത്തൊഴിലാളി ആളുകളാണ് എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞങ്ങളെ സമരസമിതി കൺവീനർ
മത്സ്യത്തൊഴിലാളികൾ മുഖ്യമന്ത്രി പറഞ്ഞതിനും തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞതിനും മറുപടി കൊടുത്തതാ. ഞങ്ങളുടെ സമരസമിതി കൺവീനർ ഉമ്മൻചാണ്ടി യുഡിഎഫിനൊന്നും പിടിച്ചിട്ടില്ലല്ലോ. യുഡിഎഫിനെ ഞങ്ങൾ പിടിച്ചോ? യുഡിഎഫിനെ ഞങ്ങൾ കൂട്ടുപിടിച്ചില്ലല്ലോ. യുഡിഎഫ് വേണ്ട, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി ബന്ധങ്ങൾക്ക് അതീതമായി ഈ സമരം നടത്തുന്നതാണ്. ഇത് അതിജീവന പോരാട്ട സമരമാണ് നടത്തുന്നത്. അല്ലാതെ ഞങ്ങൾ ഈ സർക്കാരിനെതിരല്ല. ബഹുമാനപ്പെട്ട ചിത്തരഞ്ജൻ പറയട്ടെ, ഞങ്ങൾ സർക്കാരിനെതിരായിട്ടാണ് സമരം ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറയട്ടെ, ഞങ്ങളിവിടെ ഈ ഭരണത്തെ ആക്ഷേപിക്കാൻ തയ്യാറില്ല. ഞങ്ങൾ ഒരു കാരണത്തിലും ഈ ഭരണത്തെ ആക്ഷേപിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ അതിജീവന പോരാട്ടമാണ് നടത്തുന്നത്. എന്താ പറഞ്ഞത്? ഞങ്ങൾ പിന്നിൽ ആളുകൊണ്ട് തീവ്രവാദി, നിങ്ങൾ എന്താ പറയുക, പിന്നിലൂടെ തെളിയിക്കുക, ഞങ്ങൾ ചലഞ്ച് ചെയ്യാണ്. നിങ്ങളുടെ മുമ്പിൽ താങ്കൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇതിന്റെ തീവ്രവാദികൾ ഉണ്ടെന്ന് എത്തിക്കാം. തള്ളി പറഞ്ഞ ആളാണ്. ഇതാണ് ഇടതുപക്ഷ നിരീക്ഷകൻ, ഇതാണ് തൊഴിലാളി നിരീക്ഷകൻ. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം. ഏറെ മുന്നോട്ട് പോയ ഈ പദ്ധതിക്കെതിരെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലത്തീൻ കത്തോലിക്ക അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ അതിരൂക്ഷമായ സമരം നടന്നു വരികയാണ്. ഈ സമരം എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി